ഒരുപാട് നാളിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷത്തിന് ശേഷം ഇന്നൊരു വ്യക്തിയോട് സംസാരിച്ചു. ബിഗ് ബോസിന് ശേഷം എന്റെ കൂടെ കുറച്ച് നാളുണ്ടായിരുന്ന ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞൊരു ഗ്യാങ്ങിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ആരോ എന്നാണ് പേര്. സോ അപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് 1 മണിക്കൂർ മുന്നേ നമ്മുടെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഇതിന്റെ ഇടയിൽ ആരൊക്കെയാണ് കളിച്ചതെന്നും കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. നമ്മൾ ചെയ്ത തെറ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പം ഈ വീഡിയോ കാണുന്ന പലർക്കും ഇപ്പൊ ആരവിനെ എന്നെ അറിയുന്ന ബിഗ് ബോസിന് ശേഷമായിരിക്കും. എന്റെ കൂടെ ആദ്യം കുറച്ചു നാളുണ്ടായിരുന്നു. ഇപ്പം ഭയങ്കര സ്നേഹത്തിലായിരുന്നു, ഒരു കൈൻഡ് ഓഫ് ബ്രദറിനെ പോലെയായിരുന്നു ആരവ്. അപ്പൊ ഈ ആരവ് എന്റെ കൂടെ ക്ലോസ് ആവുന്ന അല്ലെങ്കിൽ എന്റെ കൂടെ സ്നേഹിക്കുന്ന കാണുമ്പം ഇതില് ഒരു പ്രശ്നം ഉണ്ടായിരുന്ന ഒരാളെന്ന് പറയുന്നത് ആരവ് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് വിവി എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. കാരണം വിവി വന്നിട്ട് ആരവിനെ പറ്റി എന്റെ അടുത്ത് മോശമായിട്ട് പറയും, എന്റെ അടുത്ത് ആരവിനെ പറ്റി മോശമായിട്ട് പറയുന്ന ഒരു കാര്യം അതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഇത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, ഞാൻ ബിഗ് ബോസിന് ശേഷം ഇറങ്ങുമ്പം ഞാൻ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ എനിക്ക് നമുക്ക് സമയം വേണം ഓരോ ആൾക്കാരെ മനസ്സിലാക്കാനും പഠിക്കാനും എല്ലാം. സോ ആരവ് ഇപ്പൊ എന്റെ അടുത്ത് പറയുമ്പോഴാണ് അവന്റെ അടുത്ത് എന്നെ പറ്റി പലതും വിവി പോയി പറഞ്ഞതും വിവി എന്റെ അടുത്ത് ആരവിനെ പറ്റി പറഞ്ഞതും കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നത്. സോ ആക്ച്വലി സത്യം പറഞ്ഞ ഒരു പ്രാവശ്യം ആരവ് എന്റെ ഫ്ലാറ്റിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ വന്നായിരുന്നു. അപ്പൊ അന്ന് വന്ന് നമ്മൾ വളരെ സ്നേഹമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് പുള്ളിക്കാരൻ പോയതാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പഴയ ശെങ്കിടികൾ അവരല്ലാതെ പല പല തട്ടുകളായി തിരിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ. അതായത് ഫോർ ദ പീപ്പിളും ഫിഫ്ത്ത് പീപ്പിൾ എന്നൊക്കെ പറഞ്ഞ് ഓരോ ടീം ഉണ്ടാക്കുക, എന്നിട്ട് ഓരോ സെലിബ്രിറ്റികളുടെ പുറകെ നടക്കുക, എന്നിട്ട് അവരിൽ നിന്നും ഊറ്റാനുള്ളതെല്ലാം ഊറ്റിയെടുക്കുക, എന്നിട്ട് റെക്കോർഡ് ചെയ്യാനുള്ളതെല്ലാം റെക്കോർഡ് ചെയ്തെടുക്കുക, എന്നിട്ട് പിന്നീട് അത് വെച്ച് വില പേശുക. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം വിജിരാജ് അഞ്ചൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ ഇതേപോലെ പൊക്കി. പുള്ളീൻ്റെ അടുത്ത് നോക്കുമ്പോൾ ഒരുപാട് വോയിസ് റെക്കോർഡുകളുണ്ട് പോലും. ഇതെങ്ങനെ ഇതെല്ലാം കിട്ടുന്ന ഒരു പിടുത്തം കിട്ടുന്നില്ല. 12,500ഓളം വോയിസ് റെക്കോർഡുകൾ. എന്ത് വോയിസ് റെക്കോർഡുകൾ? അതായത് ബാക്കിയുള്ളവരോട് സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ വേറൊരാളുടെ കയ്യിലുള്ള റെക്കോർഡുകൾ മേടിച്ചെടുത്തിട്ട് ആവശ്യമുള്ളവർക്ക് വിൽക്കുക. എന്തൊക്കെയാണ് നടക്കുന്നത്? ഒരു പിടുത്തം കിട്ടുന്നില്ല. അല്ല, ഇതിലൊക്കെ എന്താണ്? ഇപ്പോൾ ഒരു വോയിസ് റെക്കോർഡ് കിട്ടി, ഓക്കെ, ആ റെക്കോർഡ് വിറ്റിട്ട് അതിൻ്റെ പൈസ മേടിച്ച് ജീവിക്കുക. എന്തോന്നറിയ ഇത്? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ സംഭവം പറഞ്ഞു വരുന്ന ഇതാണ്. അതായത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നല്ല ഫെയിമിൽ നല്ല അടിപൊളി കത്തി നിൽക്കുന്ന സമയത്ത് പുറകെ കുറേ എണ്ണം കൂടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ കൂടി നടക്കുന്ന കുറേ ടീമുകൾ പരസ്പരം പാര വെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി. അതായത് എനിക്ക് വേണം റോബിനെ ആ ഒരു സെറ്റപ്പിലേക്ക് വന്നു. അവസാനം ഇവരെന്ത് ചെയ്ത്, ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിൽ കൂടെ പാര വെക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഈ പാര വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവരെന്ത് ചെയ്തു, ഡോക്ടർ റോബിൻ്റെ കൂടെ നടക്കുമ്പോൾ കിട്ടിയ കുറച്ച് വോയിസും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അവസാനം റോബിനുമായിട്ട് തെറ്റിയ സമയത്ത് ഇതൊക്കെ എടുത്ത് പതിയെ പുറത്തേക്ക് ഇട്ടു. അങ്ങനെ ഫെയിമിൻ്റെ കൊടുമുടിയിൽ നിന്ന, ഫെയിമിന് ഒരു കുറവുമില്ല ഇപ്പോഴും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്, പക്ഷേ അത്രയെല്ലാവരും ഒരാളും നെഗറ്റീവ് പറയാതിരുന്ന ആ സമയത്ത് ഇമാതിരി പരിപാടിയെല്ലാം എടുത്ത് പുറത്തോട്ടിട്ടപ്പോൾ, അതായത് വീഡിയോസും വോയിസും എല്ലാം പുറത്തോട്ടിട്ട സമയത്ത് കുറേ പേരെല്ലാം ഡോക്ടർ റോബിനെ തെറ്റിദ്ധരിച്ചു. ഓക്കെ, അങ്ങനെ ഈ തെറ്റിദ്ധരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവരെന്ത് ചെയ്തു, കൂട്ടുകാരെന്ത് ചെയ്തു, ഈ സാധനം പുറകിലൂടെ നടന്നിട്ടായിരുന്നു പരിപാടി. അതായത് ഡോക്ടർ റോബിൻ അറിയില്ല ഇത് ആരാണ് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും അറിയില്ല. അങ്ങനെ ഇവർ ടീമായിട്ട് തിരിഞ്ഞിട്ട് ഡോക്ടർ റോബിനെതിരെ ഓരോരോ പരിപാടികൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഡോക്ടർ റോബിൻ എന്ത് ചെയ്തു, ഇവരെല്ലാം തട്ടി കൂട്ടത്തിൽ നിന്ന് പുറത്താക്കി. കാരണം വെച്ചാൽ കൂടെ നടന്നിട്ട് ഇങ്ങനെ കുതികാലി വെട്ടുന്നവന്മാരെ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഡോക്ടർ റോബിൻ അവരെ ഒഴിവാക്കി. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും കയ്യിലുള്ള കുറേ തെളിവുകളാണെന്ന് പറയും. എന്ത് തെളിവുകളോടോ? ഡോക്ടർ റോബിൻ ബിഗ് ബോസിൻ്റെ അകത്ത് പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത് കുറച്ച് ആരാധകരെ ഉണ്ടാക്കി. ഓക്കെ, അത് അയാളുടെ കഴിവാണ്, അത് അംഗീകരിച്ചു കൊടുക്കുക. എന്നിട്ട് അയാളുടെ പേഴ്സണൽ ലൈഫിൽ കയറിയിട്ട് അങ്ങേരെന്തെങ്കിലും പറഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യുക, അല്ല അങ്ങേരെന്തെങ്കിലും ചെയ്താൽ അത് റെക്കോർഡ് ചെയ്യുക. എന്നിട്ടത് എന്താ പറയുക, സംഭവം ശരിയാണ്. അതായത് ഫെയിമിൽ നിൽക്കുന്ന സമയത്ത് അയാൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ടാണ് ആളുകൾ കാത്തിരിക്കുന്നത്. ആ കൂടെ നിൽക്കുന്നവരും ഉണ്ടാവും, എതിർക്കുന്നവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ എതിർക്കുന്നവർക്ക് ഇതൊരു ചാകരയാണ്. അപ്പോൾ അവരെ ലക്ഷ്യമിട്ടിട്ടാണ് ഇമ്മാതിരി ഇത്തിൽ കണ്ണികൾ കൂടെ നടക്കുന്നത്. അങ്ങനെ അവസാനം
ഡോക്ടർ റോബിന് പണി കിട്ടി. കൂട്ടത്തിലുണ്ടായിരുന്നവരുടെ കയ്യിൽ നിന്ന് തന്നെ പണി കിട്ടി. അവസാനം ചങ്ങായി ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു 2 വർഷത്തോളമായി. ഇപ്പം വീണ്ടും ആ പഴയ ടീമുകൾ പൊങ്ങി വന്നു. എങ്ങനെ പൊങ്ങി വന്നത്? കഴിഞ്ഞ ദിവസം വിജിരാജ് അഞ്ചലിനെ പോലീസ് പൊക്കി. എന്തിനാണെന്നറിയോ? സംഭവം ഇതേപോലെ വോയിസ് വേണോ വോയിസ്, അതായത് വോയിസ് വേണോ വോയിസ്. നിങ്ങൾക്ക് ആരെങ്കിലും തകർക്കാനുണ്ടോ? അവരുമായിട്ടുള്ള വോയിസ് ചാറ്റ് നിങ്ങൾക്ക് വേണം, ഞാൻ തരും. 15,000 രൂപ 26,000 രൂപ തന്നിട്ടുണ്ടെങ്കിൽ ഇതാ പിടിച്ചോ, ഇതാ കേട്ടു നോക്ക്. ഒരു കാരണവശാലും പറയത്തില്ല, ഇതൊരു ബിസിനസ്സാണ്. അതിന്റെ ഡീൽ ഒരിക്കലും പറയത്തില്ല. 15,000 രൂപ ഇന്നലെ അത് തന്നു. അതുപോലെ തന്നെ ഇതെല്ലാം ബിസിനസ്സാണ്. അത്രേ ഉള്ളൂ, ദാറ്റ്സ് ഓൾ. ആരുടെ സാധനമാണ് 26,000? ഇതിപ്പോ റോബിനെ പൊട്ടിക്കണോ? പൊടിയുടെ കേസ് പൊട്ടിക്കണോ? നിങ്ങൾ എമൗണ്ട് ഇത് പ്ലേ ചെയ്യി, നമ്മളെ ഇറക്കി അങ്ങോട്ട് വിടും. നാളെ അവന്റെ എന്തുവാന്നേ സാധനം തീരും. അത്രേ ഉള്ളൂ. നേരെ വാ നേരെ പോകും. നാളെ അവന്റെ ഫെയിം തീരുന്ന രീതിയിലുള്ള അപ്പോൾ ഇതാണ് സംഭവം. അതായത് വോയിസ് കച്ചവടം. വോയിസ് കച്ചവടം ശരിക്കും പറഞ്ഞാൽ വോയിസ് കച്ചവടം എന്നല്ല പറയാം, ഇത് ബ്ലാക്ക് മെയിലിംഗ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം തൻ്റെ വോയിസ് എൻ്റെ അടുത്തുണ്ട്, അല്ലെങ്കിൽ തൻ്റെ വീഡിയോ എൻ്റെ അടുത്തുണ്ട്, ഇത് പുറത്തിറക്കും മോനെ, ഇല്ലെങ്കിൽ പൈസ തരിക. ഇതാണ് പരിപാടി. അല്ലെങ്കിൽ എന്ത് പറയാം, ഇപ്പോൾ ഡോക്ടർ റോബിനെതിരെ നിൽക്കുന്ന ആരെങ്കിലും കോൺടാക്ട് ചെയ്യും. എന്നിട്ട് അയാളെ വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ വോയിസ്, 15,000 രൂപ എന്നാൽ ഇത് ബിസിനസ്സാണ്, 15,000 രൂപ 26,000 രൂപ എന്നിട്ടുണ്ട്, ഈ സാധനം നിങ്ങൾക്ക് തരൂട്ടാ എന്നും പറഞ്ഞിട്ട് പരിപാടി. എൻ്റെ പൊന്നടാവേ, ഇതിലും ഭേദം കട്ടപ്പാര എടുത്തിട്ട് കക്കാൻ വേണ്ടി ഇറങ്ങുന്നതായിരിക്കും അല്ലേ? എന്തുവാടോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പം പണ്ട് നമ്മുടെ ഡോക്ടർ റോബിനെതിരെ ഘോരമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന, ഡോക്ടർ റോബിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഡോക്ടറിൻ്റെ സന്തത സഹചാരിയായ ആരവ് ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ആരവിന് ഇപ്പോഴാണ് കത്തുന്നത്. നമ്മൾ പെട്ടതാണ്, അല്ലെങ്കിൽ നമ്മളെ പെടുത്തിയതാണ് ഡോക്ടർ റോബിനെ കൊണ്ട് തെറ്റിപ്പിക്കാൻ വേണ്ടി കൂട്ടുകാരനായ ആരെ PR ഹിയർ നമ്മുടെ PR വർക്ക് ചെയ്യുന്ന ആ ചങ്ങായി, അതായത് വിവി ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബർ, അങ്ങേരാണ് പോലും ഇതിൻ്റെ എല്ലാം മാസ്റ്റർ പ്ലാൻ. എൻ്റെ പൊന്നോ, ഇങ്ങേർക്ക് ഇത്രയല്ല ബുദ്ധിയാ? കുരുട്ട് ബുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ ഇമ്മാതിരി കുരുട്ട് ബുദ്ധിയാ? എന്തോന്നടേ ഇത്? അയ്യോ, കാണുമ്പോൾ എന്തൊരു പാവം. ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കഥയെല്ലാം പറയുന്നത് ആകുമ്പോൾ നമ്മളങ്ങനെ അലിഞ്ഞങ്ങോട്ട് ഇല്ലാണ്ട് ശരിയാണല്ലോ ചങ്ങായി പറയുന്നത് എന്നെല്ലാം വിചാരിച്ച് പുള്ളീൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരുപാട് പരിപാടി ഉണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ വഴിയെ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ പുറത്ത് വരും എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഉപ്പ് തിന്നവൻ എന്തായാലും വെള്ളം കുടിക്കും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി കാത്തിരുന്നു. അപ്പോൾ ആരവ് എന്താ പറയുന്നതെന്നുണ്ടോ? ശാലിച്ചേട്ടൻ്റെ ആർട്ടിക്കിളും പാട്ടും ഒക്കെ പറഞ്ഞ് ശാലിച്ചേട്ടനെ കൊണ്ട് കരയിപ്പിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞ് കൊടുത്തത് വരെ വിധിയാണ്. റോബിൻ ചെയ്ത കാര്യങ്ങളല്ലത്. അതുപോലെ തന്നെ ശാലിച്ചേട്ടൻ ചെയ്ത പല കാര്യങ്ങളും ചുക്കാൻ പിടിച്ചത് വിധിയാണ്. അങ്ങനെ പല ആളുകളുടെയും ലൈഫിൽ ഇവൻ ചെയ്ത് കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്തയില്ലായ്മ കാണിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതുകൊണ്ട് ഇവൻ എന്തോ ഉദ്ദേശിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് ഇതെല്ലാം, ഞാൻ ഉൾപ്പെടെ. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ ഇവനായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇവൻ എന്നെ വിളിച്ചത് അജിൻ്റെ കാര്യം പറയുന്നതാണ്. അജിൻ റോബിനെ കെട്ടിപ്പിടിച്ച് വീഡിയോ ഇട്ട് നീ കണ്ടോ, അവൻ തന്തയില്ലായ്മയല്ലേ കാണിച്ച അതായതാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് അജിൻ്റെ അടുത്ത് ദേഷ്യം വന്നു. കാര്യം അങ്ങനെയാണ് ഇവൻ ഓരോരോ ആളുകളെ നമ്മളിൽ നിന്നും അകറ്റി അവനോട് അടുപ്പിക്കാൻ നോക്കുമ്പോൾ ആ അടുക്കുന്ന വ്യക്തികളുടെയും ജീവിതം നശിപ്പിച്ച് ചോര കുടിച്ചുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ് ഇവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഡോക്ടർ റോബിനുമായിട്ട് കമ്പനി ആയിരിക്കുന്ന സമയത്ത് വിവിക്ക് ഭയങ്കര വിഷമം. അതായത് ഡോക്ടർ റോബിനെ എനിക്ക് തന്നെ വേണം, ഡോക്ടർ റോബിൻ വേറെ ആരുമായിട്ട് കമ്പനി ആവാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഡോക്ടർ റോബിനുമായിട്ട് കൂടുതൽ അടുക്കുന്നവരെല്ലാം ചങ്ങായി പണിയാൻ വേണ്ടി തുടങ്ങി. ഡോക്ടർ റോബിൻ്റെ അടുത്ത് പോയിട്ട് ഇന്നയാളുടെ കുറ്റം പറയും, എന്നിട്ട് ഇയാളുടെ അടുത്ത് പോയിട്ട് ഡോക്ടർ റോബിൻ്റെ കുറ്റം പറയും. അങ്ങനെ ഒരുമാതിരി പരിപാടികളൊക്കെ ചെയ്ത് വിവി ആ ഒരു സീസണും ഡോക്ടർ റോബിൻ്റെ ആ ഒരു കാലഘട്ടവും കടന്നുപോയി. അവസാനം ഇതാ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 6 വന്നപ്പോഴത്തേക്കും നമ്മുടെ ജാസ്മിൻ്റെ പുറകെ കൂടി. അവസാനം ജാസ്മിൻ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോകുന്നത് വരെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ പുറത്ത് നെഗറ്റീവാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ജാസ്മിൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എടുത്ത് പേഴ്സണൽ വോയിസ്, അതായത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് നമ്മുടെ അഫ്സൽ ഖാൻ്റെ വോയിസൊക്കെ എടുത്ത് എക്സ്ക്ലൂസീവായിട്ട് പുറത്ത് കട്ടി. പിന്നെ നമ്മുടെ ജാഫർ ഖാൻ്റെ വോയിസ്, അങ്ങനെ ഒരുപാട് വോയിസുകൾ ഇട്ടിങ്ങനെ അമ്മാനെ മാറ്റുന്ന ഒരാളാണ് ഈ പറയുന്ന ഒരു യൂട്യൂബറായിട്ടുള്ള വിവി ഹിയർ. അപ്പം ചങ്ങായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം താമസിക്കാണ്ട് വിജിൻരാജ് അഞ്ചലിൻ്റെ അതേ അവസ്ഥയിൽ ഇരിക്കുന്നത് കാണാം. എന്തായാലും ഇങ്ങനെ ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്യുക, വോയിസ് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുക, വീഡിയോ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുക,
ഇങ്ങനെയുള്ളവരെയെല്ലാം നിലം തുടിക്കാൻ പാടില്ല കൂട്ടുകാരെ, നമ്മൾ നിലം തുടിക്കാൻ പാടില്ല. ഈ സീസൺ കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ വിവീൻ്റെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ജാസ്മിൻ്റെ കണ്ടൻറ്റുകൾ മാത്രമേ ഉള്ളൂ. ജാസ്മിൻ്റെ കണ്ടൻറ്റുകൾ മാത്രമിട്ട് ചങ്ങായി ഇപ്പം കൊടീശ്വരനായിട്ടുണ്ട്. അതായത് സൈബർ ബുള്ളിങ്, അല്ലെങ്കിൽ വോയിസ് കച്ചവടം, വോയിസ് റെക്കോർഡ് ലീക്കാക്കൽ എന്നിവ മൂലം ചങ്ങായി ഈ 2-3 മാസം കൊണ്ട് ഒരു ലക്ഷപ്രഭു ആയിട്ടുണ്ട് മോനെ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇതൊന്നും അധികം നാളുണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുട്ടൻസ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസവഞ്ചന അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അതായത് ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പനി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പലതും പറയും. ഇപ്പം നമ്മളാണെങ്കിലും പലതും പറയും എന്നോർത്ത് നമ്മൾ തെറ്റിക്കഴിയുമ്പം അതെടുത്തിട്ട് പുറത്തിടുക, അല്ലെങ്കിൽ അത് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ഒരു വിശ്വാസവഞ്ചനയല്ലേ കൂട്ടുകാരാ? അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ്. അതിനുള്ള പണി കിട്ടു തന്നെ ചെയ്യും. ഓക്കേ.